നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാടിനെ ചുവപ്പണിയിച്ച് CPIM ജില്ലാ സമ്മേളനം തുടങ്ങി. പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഭവം. സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന് സൂചന. പൈവിളികെ കണായിൽ വീട്ടുജോലിക്കാരനായ മൈസൂർ സ്വദേശി കവർച്ച നടത്തിയത് അതിവിദഗ്ധമായ രീതിയിൽ. മോഷണം പോയത് 56 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13-ന്. പൊങ്കാല അർപ്പണത്തിൽ 800-ൽ പരം സ്ത്രീകൾ പങ്കെടുക്കും. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് തൃക്കരിപ്പൂർ യൂണിറ്റ്. ലോക തണ്ണീർത്തട ദിനാചരണം. ജൈവവൈവിധ്യത്തെ തൊട്ടറിഞ്ഞ് നീർപക്ഷികളെയും നാട്ടുപക്ഷികളെയും കണ്ടറിഞ്ഞ് കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നമ്മുടെ പാർട്ടി സമ്മേളനം ഇന്നത്തെ ദേശീയ സർവ്വദേശീയ പരിതസ്ഥിതിയിൽ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകൾ പ്രാവർത്തികമാക്കിയതിന്റെ അനുഭവത്തിൽ പുതിയ കാല ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും ശരിയായ രാഷ്ട്രീയ നിലപാടും രൂപീകരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം CPIM-നുണ്ട്. ആ ദിശയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ സമ്മേളനം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PK ബിജു, MV ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. VV രമേശൻ സ്വാഗതം പറഞ്ഞു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച, നേതാക്കളിൽ ചിലരുടെ വഴിവിട്ട ബന്ധങ്ങൾ, സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാകും. അതിർത്തിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥയും കടുത്ത വിമർശനത്തിനായിരിക്കും വഴിവെക്കുക. MV ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. CH കുഞ്ഞമ്പു MLA, M രാജഗോപാലൻ MLA, മുൻ MLA KV കുഞ്ഞിരാമൻ, VV രമേശൻ എന്നിവരുടെ പേരുകളും ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. 317 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച ശക്തി പ്രകടനത്തോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPAC-യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം അരങ്ങേറി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന നാടകം വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി KPAC-യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം അരങ്ങേറി. രാഷ്ട്രീയ നാടക ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം വഹിച്ച ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തോപ്പിൽ ഭാസിയാണ്. 5000-ത്തിലധികം വേദികൾ പിന്നിട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ഇപ്പോഴും വിജയകരമായി യാത്ര തുടരുകയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന നാടകം വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. 2 ദിവസങ്ങളായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തുടക്കമായത്. കേബിൾ TV സംസ്ഥാനത്തെ സേവനരംഗത്ത് 35 വർഷം പിന്നിടുന്ന വേളയിലാണ് 14ാമത് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും അപകട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു, എല്ലാ സെക്ടറിനകത്തും. അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നല്ല വശങ്ങൾ സ്വീകരിക്കാം, എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞ പോലെ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. മെറിറ്റ്സ് സ്വീകരിക്കുന്ന തെറ്റുമില്ല, നല്ല വശങ്ങൾ സ്വീകരിക്കാം. നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം, ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ? കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും MT ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം ആശംസിച്ചു. MLA ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, കൂടാതെ COAയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന് സൂചന. ചീമേനി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നിരവധി നിരീക്ഷണ ക്യാമറകളുടെ പരിശോധനയിലാണ് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ 4 അംഗങ്ങളുള്ള കവർച്ചാ സംഘം 2 തവണ എത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ചീമേനിയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കി പകൽ സമയത്ത് നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ N മുകേഷിന്റെ ചീമേനി നിടമ്പയിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ വൻ കവർച്ച നടന്നത്. ഗുജറാത്തിൽ ജോലി ചെയ്തു വരുന്ന മുകേഷ് കുടുംബത്തോടൊപ്പം കണ്ണൂരിലെ തറവാട് വീട്ടിൽ പോയി മടങ്ങിയെത്തുമ്പോഴാണ് വീടിന്റെ വാതിൽ തകർത്ത് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെട്ട നിലയിൽ കണ്ടത്. വീട്ടിലെ പശുപരിപാലനത്തിന്റെ ചുമതല വഹിച്ചിരുന്ന നേപ്പാൾ സ്വദേശി ചക്ര ഷാഹിയും ഭാര്യ ഇഷ ചൗധരി അഗർവാളെയും സംഭവത്തിന് ശേഷം കാണാനില്ല. കവർച്ച നടത്തിയ സംഘം കേരളം വിട്ടു പോയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അലമാരിയിൽ സൂക്ഷിച്ച സ്വർണ്ണ വളകളെടുത്ത് പകരം ഓൺലൈനായി വാങ്ങിച്ച റോൾഡ് ഗോൾഡ് വളകൾ വെച്ചു. കിട്ടിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം. പൈവളികെ കളായിയിലെ അശോക് കുമാറിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ വീട്ടുജോലിക്കാരനായ മൈസൂർ സ്വദേശി യശ്വന്ത് കുമാറിന്റെ ബുദ്ധിയിൽ ഞെട്ടി പോലീസ്. 56 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും കൂടാതെ 1 ലക്ഷം രൂപയുമാണ് യശ്വന്ത് കുമാർ അതിവിദഗ്ധമായി കവർന്നത്. സംശയം തോന്നിയതിനെ തുടർന്ന് വീട്ടുടമയായ പൈവളികെ കളായിയിലെ അശോക് കുമാർ നൽകിയ പരാതിയിലാണ് അശോക് കുമാറിന്റെ വീട്ടുജോലിക്കാരനായ മൈസൂരു സ്വദേശി യശ്വന്ത് കുമാർ പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും പരിശോധിച്ചപ്പോൾ പണമിടപാടുകളിൽ സംശയം തോന്നുകയും തുടർന്ന് മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഓൺലൈനായി റോൾഡ് ഗോൾഡ് വളകൾ വാങ്ങിയതായി കണ്ടെത്തിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണവളകൾ മോഷ്ടിച്ച് ശേഷം പകരം അതേ വളയുടെ മുക്കുപണ്ടം വെക്കുകയായിരുന്നുവെന്ന് യശ്വന്ത് കുമാർ സമ്മതിച്ചു. ഇങ്ങനെ പലപ്പോഴായി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാൾ. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 56 ഗ്രാം തൂക്കം വരുന്ന 4 സ്വർണ്ണവളകളും 1 ലക്ഷം രൂപയും ഉൾപ്പെടെ മൊത്തം 5,33,000 രൂപയുടെ മുതലുകളാണ് നഷ്ടപ്പെട്ടത്. 10 മാസക്കാലമായി ഈ വീട്ടിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്ന യശ്വന്ത് കുമാർ നടത്തിയ അതിവിദഗ്ധമായ കവർച്ച പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചു. കാസർഗോഡ് DYSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം SI രതീഷ് ഗോപി, ASI അതുൽ റാം, SCPO അബ്ദുൽ ഷുക്കൂർ, അബ്ദുൽ സലാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13 നടക്കും. രാവിലെ നടക്കുന്ന പൊങ്കാല അർപ്പണത്തിൽ 800-ൽ പരം സ്ത്രീകൾ പങ്കെടുക്കും.
ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ 14ാമത് പൊങ്കാല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ദിവസം വ്രതം നോറ്റെത്തുന്ന 800-ൽ പരം സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കുക. ഈ വർഷം വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 13-ന് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്നേ ദിവസം രാവിലെ മുതൽ പൊങ്കാല ആരംഭിക്കും. ഇത് 14ാമത്തെ പൊങ്കാല മഹോത്സവമാണ് കാളീശ്വരം അമ്പലത്തിൽ നടക്കുന്നത്. ഓരോ വർഷവും കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട്, വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ആഘോഷം ആയി മാറിയിരിക്കുകയാണ്. ഫെബ്രുവരി 13-ന് പുലർച്ചെ 5-ന് ഗണപതി ഹോമവും രാവിലെ ഉഷപൂജയും നടക്കും. രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ ഒരുക്കുന്ന പണ്ടാര അടുപ്പിൽ മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കും. രാവിലെ 11 മണിക്ക് പൊങ്കാല നൈവേദ്യ സമർപ്പണം നടക്കും. പൊങ്കാല അർപ്പിക്കുന്നവർക്ക് ആവശ്യമായ അടുപ്പ്, മൺകലം, കയ്യിൽ, അരി, വെല്ലം, നെയ്യ് തുടങ്ങിയവ ക്ഷേത്ര കമ്മിറ്റി നൽകും. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല മഹോത്സവ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന 2000-ൽ പരം പേർക്ക് അന്നദാനവും നടക്കും. പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കരിങ്കൽ പടുതി സമർപ്പണവും നടക്കും. ഫെബ്രുവരി 12-ന് വൈകുന്നേരം 6-ന് ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി സമർപ്പിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു, സെക്രട്ടറി കെ വി സനിത്, ഡോക്ടർ വി രാജീവൻ, കെ വി ഷീജ, കെ വി അശ്വിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ പ്രമുഖ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജന്മദിനം തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ വലിയപറമ്പ് പഞ്ചായത്ത് പരിധിയിലുള്ള KCEF തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിലാണ് സംഘടനയുടെ 37ാമത് ജന്മദിനം ആഘോഷിച്ചത്. സഹകരണ പ്രസ്ഥാനം വിവിധ മേഖലകളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ സംഘടനയുടെ ജന്മദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത KCEF സംസ്ഥാന സെക്രട്ടറി കെ ശശി പറഞ്ഞു. ജീവനക്കാരുടെ കർത്തവ്യം ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ മേഖലയ്ക്കെതിരെ പ്രസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ബാധ്യത സഹകരണ ജീവനക്കാർക്കുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാൻ ഈ ജന്മദിനത്തിൽ ആഗ്രഹിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ, യൂണിറ്റ് സെക്രട്ടറി PP കുഞ്ഞികൃഷ്ണൻ, വി ജയരാജൻ, ഷാജി തൈക്കേൽ, C സേതുമാധവൻ, K രാജീവൻ, K അജയകുമാർ, PV സുരേഷൻ, PP ആശ, P വിജിത, T രഞ്ജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജൈവ വൈവിധ്യത്തെ തുടർന്ന് നീർപക്ഷികളെയും നാട്ടുപക്ഷികളെയും കണ്ടറിഞ്ഞ് കൂട്ടകനി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു പക്ഷി നിരീക്ഷണം. തണ്ണീർത്തടങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ദേശാടകരായി വിരുന്നെത്തിയ നാഗമോഹനെയും കൂട്ടമായി ആഹ്ലാദത്തോടെ പറന്നുയരുന്ന കരിയിലക്കിളിയെയും കണ്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ വിസ്മയ ചിറകടിയുണ്ടായി. ഹരിത മേലാപ്പുകൾ തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയാങ്കണം തൊട്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പൂച്ചക്കാട് ചിറക്കാൽ തോട് വരെയായിരുന്നു കുട്ടികളുടെ ഹരിതപാദയാത്രയും പക്ഷി നിരീക്ഷണവും. താഴമ്പു പൂത്തുനിൽക്കുന്ന പൂക്കൈതകളും നൂറുകണക്കിന് ചെറുപക്ഷികളും വിവിധയിനം നീർപക്ഷികളും ചിറക്കാൽ തോടരികിലെ മനം മയക്കുന്ന കാഴ്ചകളായി. പർപ്പിൾ ഹാരോൺ, മഞ്ഞക്കറുപ്പൻ, ബുൾബുൾ, കത്രികവാലൻ, ഓലേഞ്ഞാലി, തേൻകുരുവി, ചെമ്പോത്ത്, കിങ്ഫിഷർ, തത്ത, മരംകൊത്തി, വിവിധയിനം കൊക്കുകൾ തുടങ്ങിയവയെ നിരീക്ഷണത്തിലൂടെ കുട്ടികൾ തിരിച്ചറിഞ്ഞു. തോടും വയലും ഉൾപ്പെടുന്ന തണ്ണീർത്തടമാകെ ജൈവസമ്പന്നതയുടെ വിളനിലമാണെന്നതിൻ്റെ അടയാളങ്ങളായി ഓരോന്നിനെയും നിരീക്ഷിച്ചപ്പോൾ പഴയകാലത്ത് നൂറുകണക്കിന് തത്തകൾ ഒന്നിച്ച് പറന്നുയർന്ന കാഴ്ചയും ഇടവിടാതെ നിരനിരയായി പച്ചപ്പ് പടർത്തി സമൃദ്ധി വിരിയിച്ച കൈതക്കുട്ടങ്ങളുടെ പഴയകാലവും കുട്ടികൾക്ക് ഹരിത പ്രതാപത്തെ ഓർത്തെടുത്ത അനുഭവമായി. നാടുണരും മുൻപേയുള്ള കുട്ടികളുടെ പ്രകൃതി നിരീക്ഷണ യാത്ര നാട്ടുകാരിലും കൗതുക കാഴ്ചയായി. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം തണ്ണീർത്തട ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത്, രാജേഷ് കുട്ടക്കനി, P വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ PK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ സ്കൂളുകളിൽ നിരവധി തവണ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിലെ മെഗാ പദ്ധതിയാണ് വാട്ടർ പ്യൂരിഫയർ വിതരണം.
കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സ്കൂളുകളിൽ നിരവധി സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇവയിലെ മെഗാ പദ്ധതിയാണ് വാട്ടർ പ്യൂരിഫയർ വിതരണം. സ്കൂളുകളിലെ കുട്ടികൾക്ക് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് മനസ്സിലാക്കിയാണ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. 150ഓളം സ്കൂളുകളിലേക്ക് 25,000 രൂപ വില വരുന്ന വാട്ടർ പ്യൂരിഫയറുകളാണ് നൽകുന്നത്. വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 150ഓളം സ്കൂളുകളിൽ 25,000 രൂപ വില വരുന്ന മെഷീൻ സ്ഥാപിക്കുകയാണ്. അത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളുടെ ലയൺസ് ക്ലബ്ബ് ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് ഇവിടെ നായന്മാർ മൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ 6,000-ലധികം കുട്ടികൾ പഠിക്കുന്ന 230ഓളം അധ്യാപകർ പഠിപ്പിക്കുന്ന വലിയ സ്ഥാപനമാണ്. കേരള സംസ്ഥാനത്തിൽ തന്നെ വളരെ പേര് കേട്ട ഒരു വിദ്യാലയത്തിൽ കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് ഇതിവിടെ സ്ഥാപിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ലയൺസ് ആണ് ഇത് ചെയ്യുന്നത്. ഇത്തരം പരിപാടികളിലൂടെ ലയൺസ് കുറച്ചും കൂടി ജനകീയമാവുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ ഒരു ക്യാബിനറ്റ് ഭാരവാഹി എന്ന നിലയിൽ കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബിൻ്റെ മുഴുവൻ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ നടത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്റർ PK അനിൽകുമാർ നിർവഹിച്ചു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ദിൽഷാദ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ് വാട്ടർ പ്യൂരിഫയർ ഫോർ എവറി സ്കൂൾസ്. സോ അതിൻ്റെ ഭാഗമായി ലയൺസ് ക്ലബ് കോൺട്രിബ്യൂട്ടിങ് 150 സ്കൂൾസ് വാട്ടർ പ്യൂരിഫയർ. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ തൻവീർ സ്കൂളിൽ നിന്ന് വാട്ടർ പ്യൂരിഫയർ ഇവിടെ കൊടുത്തു. അതേപോലെ ലയൺസ് ക്ലബ്ബ് ഈ പ്രാവശ്യം കാസർഗോഡ് ടൗൺ ക്ലബ്ബ് നമ്മൾ ഇതേപോലെ വേറെ ലൈക്ക് ഇപ്പോൾ കുട്ടികൾക്ക് എക്സാംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം ലൈക്ക് എങ്ങനെയാണ് എക്സാംസിനെ ഫേസ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ കുറേ പേര് 12th 10th കഴിഞ്ഞ് എന്താണ് കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ്, കുറേ പ്രോഗ്രാംസ് സ്റ്റുഡൻസിന് വേണ്ടി ലയൺസ് ക്ലബ്ബ് കാസർഗോഡ് ടൗൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലബ് സെക്രട്ടറി സനോജ് BM, ട്രഷറർ അമീൻ നായന്മാർ മൂല, ബോർഡ് മെമ്പർ ഖലീൽ മദീന, സ്കൂളിലെ അധ്യാപകരായ ഹേമചന്ദ്രൻ, പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. GLT കോർഡിനേറ്റർ V വേണുഗോപാൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് റാഷിദ് പെരുമ്പള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിഞ്ചിപ്പതവ് ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശ ഫണ്ട് സമാഹരണത്തിനായുള്ള ലക്കി കൂപ്പൺ പ്രകാശനം നടന്നു. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സന്തോഷ് റൈ സബ്രുക്കജി പ്രകാശനം നിർവഹിച്ചു. ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രം മിഞ്ചിപ്പതവ് നവീകരണത്തിന്റെ ഭാഗമായി നവീകരണ ബ്രഹ്മകലശ ഫണ്ട് സമാഹരണത്തിനായുള്ള ലക്കി കൂപ്പൺ പ്രകാശനം ക്ഷേത്ര ഹാളിൽ നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കുണ്ടാരു വാസുദേവ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സന്തോഷ് റൈ സബ്രുക്കജി ലക്കി കൂപ്പൺ പ്രകാശനം ചെയ്തു. നവീകരണ സമിതി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദാമോദര മണിയാണി അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകലശ പുനരുദ്ധാരണ സമിതിയുടെ ഓണററി ചെയർമാൻ വാസന്ത പൈ ബദിയെടുക്കാം, സാമൂഹ്യ നേതാവായ M സഞ്ജീവ ഷെട്ടി മൊട്ടേക്കുഞ്ച, മുളിയാർ ക്ഷേത്ര മോക്തേസർ സീതാരാമ ബള്ളുള്ളായ, ദാമോദർ കുള, മൻമോഹൻ റൈ പിണ്ടക, PK ഷെട്ടി, അശോക് നായിക് പാണ്ഡി, സുഭാഷ് ചന്ദ്ര കർണൂർ, രാഘവായമ്മൻ, രാമചന്ദ്രയൻ, ചന്ദ്രശേഖരായമ്മൻ, സേവാസമിതി പ്രസിഡന്റ് സദാനന്ദ അടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. നവീകരണത്തിനുള്ള 500 ലക്കി കൂപ്പൺ പുസ്തകങ്ങൾ കാവേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ആദ്യം കൈമാറി. വൈഷ്ണവി, ശരണ്യ എന്നിവർ പ്രാർത്ഥനകൾ ആലപിച്ചു. നവീകരണ സമിതി സെക്രട്ടറി ജയകര M സ്വാഗതവും ട്രഷറർ നാരായൺ കേക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക ആലിഞ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ വിജ്ഞാപന പത്രിക പ്രകാശനം നടന്നു. ക്ഷേത്ര വാർഷികോത്സവ ഭൂതബലി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീ മോഹൻദാസ് പരമഹംസ സ്വാമിജി ശ്രീധാമ മാണില പ്രകാശനം നിർവഹിച്ചു. ആലിഞ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ വിജ്ഞാന പത്രിക ക്ഷേത്ര വാർഷികോത്സവ ഭൂതബലി ഉത്സവത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്തു. ക്ഷേത്ര നവീകരണ സമിതി ചെയർമാൻ M സഞ്ജീവ ഷെട്ടി മൊട്ടക്കുഞ്ചിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ശ്രീ മോഹൻദാസ് പരമഹംസ സ്വാമിജി ശ്രീധാമ മാണില നിവേദനം പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതി ഓണററി ചെയർമാൻ വസന്ത പൈ ബദിയെടുക്ക മുഖ്യാതിഥിയായിരുന്നു. സുബ്രഹ്മണ്യ കടമ്പിലിത്തായ ഒലേസാരി, AB ഗംഗാധര ബല്ലാൾ അഡ്വള, ജയറാം ഭണ്ഡാരി ബെളിഞ്ച ഹൊസമനെ, നാരായൺ ഷെട്ടി കെളകിന ബെളിഞ്ച, രാമണ്ണ ഷെട്ടി ബെളിഞ്ച,
ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാബു ഷെട്ടി മല്ലാറ, ക്ഷേത്ര പവിത്രപാണി പുണ്ടരീകാക്ഷ കേതിലായ മാതൃസമിതി അധ്യക്ഷ കസ്തൂരി മോഹൻദാസ് റൈ എന്നിവർ സംസാരിച്ചു. ചന്ദ്രശേഖര കുഞ്ചത്തായ സ്വാഗതവും നവീകരണ സമിതി ജനറൽ സെക്രട്ടറി ഹരിനാരായൺ ശിരന്തെടുക്ക നന്ദിയും പറഞ്ഞു. ശൈലേഷ് ഷെട്ടി ഭൂതാളഗദ്ദെ പരിപാടി അവതരിപ്പിച്ചു. നവീൻ രാജ് ആലിഞ്ച പ്രാർത്ഥനയാലംബിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ, അധ്യാപകർ, സ്കൂൾ അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് നിയമം, ക്രൈം പ്രതിരോധം, പോലീസ് ഡ്യൂട്ടി എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട അറിവുകൾ നൽകുന്നതിന് ആവശ്യമായ സാഹചര്യമൊരുക്കി. പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇത്തരത്തിലുള്ള പരിപാടികൾ വിദ്യാർത്ഥികളെ സമൂഹത്തോടൊപ്പം ചേർക്കുകയും ചർച്ചകളിൽ പങ്കാളികളാക്കുകയും കുട്ടികളിൽ പോലീസ് വകുപ്പിനെക്കുറിച്ചുള്ള മികച്ച ധാരണയും ഒപ്പം ബഹുമാനവും വളർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. പോലീസ് ഓഫീസർമാരായ അനൂപ്, ASI രതീഷ്, ബൈജു KC, ജനമൈത്രി പോലീസ് ഓഫീസർ മധു എന്നിവർ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത വിഷയങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകി. വിദ്യാർത്ഥികൾ തങ്ങളുടെ സംശയങ്ങളിൽ ദൂരീകരണം വരുത്തുകയും സാമൂഹിക സേവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. അബ്ദുൾ റഹ്മാൻ അധ്യാപകർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കാരാട്ട് വയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി P. കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷാമാശ്വാസ ഗഡുക്കൾ, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി P. കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന 1992 രൂപീകരിച്ചത് നമുക്കെല്ലാം അറിയാവുന്നു. ഈ സംഘടന രൂപീകരിക്കുന്ന അവസരത്തിൽ കേരളത്തിലെ പെൻഷൻകാർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര പെൻഷൻകാരുടെയും മറ്റിതര സംസ്ഥാനങ്ങളിലെ പെൻഷൻകാരുടെയും ഏറെ കുറവായിരുന്നു. 5 വർഷത്തിലേക്ക് ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് മെച്ചപ്പെട്ട പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഈ തത്വം അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. സുമതി ടീച്ചർ അനുശോചനവും സെക്രട്ടറി K. ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ K. മോഹൻദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VV ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ S. ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി K. ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പ്രസിഡന്റ് P. പരമേശ്വരൻ, യൂണിറ്റ് ചാർജ് KV കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ M. കൃഷ്ണൻ സ്വാഗതവും TK സുധാകരൻ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗം പനത്തടി നാരായണൻ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം VT കാർത്യായനി വരണാധികാരിയായി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി K. ചന്ദ്രൻ, ട്രഷറർ K. മോഹൻദാസ് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം നാരന്തട്ട തറവാട് പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. രാവണീശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പ്രതിഷ്ഠ കലശ മഹോത്സവ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന ചടങ്ങിൽ നിരവധി പേർ അണിനിരന്നു. ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം. ഫെബ്രുവരി 6 വ്യാഴാഴ്ച ഗണപതി ഹോമം, ഭഗവതി സേവ, സ്ഥലശുദ്ധി, കുംഭേശ കർക്കരി പൂജ, ശയ്യാപൂജ, ഭഗവതി സേവ, ഉച്ചപൂജ, അധിവാസ ഹോമം, ധ്യാനാധിവാസം എന്നിവ നടക്കും. ഫെബ്രുവരി 7 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദ പ്രതിഷ്ഠ, തുടർന്ന് ലളിത സഹസ്രനാമം എന്നിവ നടക്കും. പകൽ 1 മണി മുതൽ 2:30 വരെയുള്ള രോഹിണി നക്ഷത്രം എടവം രാശി ശുഭമുഹൂർത്തത്തിൽ നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ പ്രതിഷ്ഠ നടക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ്, തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണം. രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ തിടങ്ങൽ, 9 മണിക്ക് പൊട്ടൻതെയ്യം കൂടൽ, തുടർന്ന് നാരന്തട്ട തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും.
സമാപന ദിവസമായ ഫെബ്രുവരി 12-ന് പൊട്ടൻ തെയ്യം നാരന്തട്ട ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാടിനെ ചുവപ്പണിയിച്ച് CPIM ജില്ലാ സമ്മേളനം തുടങ്ങി. പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഭവം. സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന് സൂചന. പൈവളികെ കളായിൽ വീട്ടുജോലിക്കാരനായ മൈസൂർ സ്വദേശി കവർച്ച നടത്തിയത് അതിവിദഗ്ധമായ രീതിയിൽ. മോഷണം പോയത് 56 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13-ന്. പൊങ്കാല അർപ്പണത്തിൽ 800-ൽ പരം സ്ത്രീകൾ പങ്കെടുക്കും. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് തൃക്കരിപ്പൂർ യൂണിറ്റ്. ലോക തണ്ണീർത്തട ദിനാചരണം. ജൈവവൈവിധ്യത്തെ തൊട്ടറിഞ്ഞ് നീർപക്ഷികളെയും നാട്ടുപക്ഷികളെയും കണ്ടറിഞ്ഞ് കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.